ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ദൈവകൃപയാൽ സന്തോഷത്തോടെ ആയിരിക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പിന്നെയും കർത്താവിൻ്റെ സാന്നിധ്യം ഒരു പ്രാവശ്യം കൂടെ അനുഭവിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചു. അതിനായിട്ട് നമുക്ക് കർത്താവിന് കൃത്യമായിട്ട് നന്ദി പറയാം. ചില സന്ദർഭങ്ങളിൽ നമ്മൾ പണ്ടുകാലത്തെ നല്ല സന്തോഷം അനുഭവിച്ച ദിവസങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ട്. ആ ദിവസങ്ങൾ, ആ കാലഘട്ടം അത് വളരെ സന്തോഷമുള്ളതായിരുന്നുവെന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുവാൻ കഴിയും. ഇതാ ഭക്തനായ യിരെമ്യാവ് വിലാപങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ അതുതന്നെയാണ് പറയുന്നത്. കർത്താവേ, പണ്ടത്തെ ആ നല്ല നാളുകൾ ഞങ്ങൾക്ക് മടക്കി നൽകണമേ. എന്തായിരുന്നു ആ പണ്ടത്തെ നല്ല നാളുകളുടെ പ്രത്യേകത? ദൈവത്തിൻ്റെ മക്കൾ പിതാവായ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് അനുസരണയോടെ നടക്കുകയും ദൈവത്തിൽ നിന്ന് അതുവഴിയായി അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്ത ആ കാലഘട്ടമാണ് പണ്ടത്തെ നല്ല നാളുകൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിദേശ രാജ്യത്ത് ജോലിക്ക് പോയ ഒരാൾ, അത് അപ്പനാകാം, സഹോദരനാകാം, അല്ലെങ്കിൽ അമ്മയാകാം, ആ പ്രിയപ്പെട്ടവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി വിദേശത്ത് പോയി ഏകാന്തത അനുഭവിച്ച് ജോലി ചെയ്യുകയാണ്. എന്നാൽ അവർക്ക് ഒരു വർഷത്തിലോ അല്ലെങ്കിൽ 2 വർഷത്തിലോ ഒരിക്കൽ 2 മാസമോ 1 മാസമോ ലീവ് കിട്ടി അവർ നാട്ടിലേക്ക് വന്നാൽ നമുക്ക് വളരെ സന്തോഷമാണ്. പക്ഷേ ആ 2 മാസം കഴിഞ്ഞ് അവർ തിരികെ ഉപജീവന മാർഗത്തിന് വേണ്ടി വിദേശ രാജ്യത്തേക്ക് കടന്നു പോകുമ്പോൾ അവർക്കും നമുക്കും എന്തെന്നില്ലാത്ത ഒരു വീർപ്പുമുട്ടൽ, ഒരു വേദന. വിട്ടുപോവുകയാണല്ലോ, ഞങ്ങളെ വിട്ട് അന്യദേശത്ത് വീണ്ടും പോവുകയാണല്ലോ, അല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ വിട്ട് ഞാൻ അകന്നു മാറി നിൽക്കേണ്ടി വരുന്നല്ലോ. അതൊരു വല്ലാത്ത വേദനയാണ്. ഇതുപോലെ തന്നെയാണ് ദൈവമക്കളായിരുന്ന നാം ദൈവത്തിൽ നിന്നും അകന്നു മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന. പക്ഷേ മനുഷ്യർക്ക് ആ വേദന എത്രത്തോളം അറിയാം എന്ന് ചോദിച്ചാൽ അതിനുത്തരം പറയുക ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മുടെ പിതാവായ ദൈവത്തിന് വേദനയുണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. ദൈവമക്കൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ ആ അനുഗ്രഹമായ സാഹചര്യത്തിൽ കഴിയേണ്ടവരാണ്. എന്നാൽ അവിടെ നിന്നും നാം മാറി നിൽക്കുമ്പോൾ ദൈവത്തിന് വേദനയുണ്ടാകും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ധൂർത്തനായ ഒരു മകൻ്റെ ഉപമ കർത്താവ് പറഞ്ഞത്. ആ പുത്രൻ പിതാവിൽ നിന്നും അകന്നു പോകുവാൻ ആഗ്രഹിച്ചു. അവൻ പോയി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എനിക്കെത്ര സന്തോഷമായിരുന്നു, എനിക്കെത്ര സ്വാതന്ത്ര്യമായിരുന്നു.
ആ നല്ല നാളുകളെക്കുറിച്ച് അവൻ ഓർക്കുവാനിടയായി. ഗത്യന്തരമില്ലാതെ ലജ്ജാമുഖത്തോടു കൂടെയാണെങ്കിലും അവൻ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു. അതെ, സ്വന്തം വീട്ടിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം, പിതാവിൻ്റെയും മാതാവിൻ്റെയും നമ്മുടെ സഹോദരങ്ങളുടെ അടുക്കൽ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യവും ആ ഒരു സന്തോഷവും ലോകത്തിൽ എവിടെ പോയാലും ലഭിക്കുകയില്ല. ഇതൊരു ചെറിയ ഉദാഹരണമാണ്. സ്തോത്രം. അപ്പോൾ നമ്മുടെ പിതാവ് നാം അകന്നു പോകുമ്പോൾ ദുഃഖിക്കും. നമുക്ക് പറയാൻ ന്യായങ്ങളും വാദങ്ങളും ഒത്തിരി ഉണ്ടാകും. എന്നാൽ അതൊന്നും യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ തക്കമുള്ള വാദങ്ങളല്ല. പലപ്പോഴും അതൊക്കെ നമ്മുടെ സ്വാർത്ഥ ചിന്തയും നമ്മുടെ അത്യാഗ്രഹവും ഒക്കെ ആയിരിക്കാം. നമുക്ക് ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വന്ന് ലഭിക്കുന്ന സന്തോഷം വേറെ എങ്ങും പോയാൽ കിട്ടുകയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഭക്തനായ യിരെമ്യാവ് പറയുന്നു, കർത്താവേ, പണ്ടത്തെ പോലെയുള്ള ആ നല്ല നാളുകൾ ഞങ്ങൾക്ക് നൽകി തരണമേ. ആ നാളുകൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. പണ്ടത്തെയുള്ള അനുഭവം ഞങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങയോടൊപ്പം വസിക്കുന്ന ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഞങ്ങളെ വീണ്ടും മടക്കി വരുത്തണമേ. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമേ. സ്തോത്രം. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്. ഒരു മടങ്ങി വരവ്, ദൈവത്തിലേക്ക് മടങ്ങി വരണം. ദൈവത്തിൽ നകന്നു പോയ പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യാനുള്ളത്, നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, വേഗത്തിൽ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. മടങ്ങി വന്നാൽ ജീവിതത്തിൽ ഏറെ സന്തോഷവും നന്മകളും അനുഗ്രഹങ്ങളും സമാധാനവും അനുഭവിക്കുവാനിടയായിത്തീരും. ഈ വചനം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ട് ഏറെ അകന്നു പോയിട്ടുള്ള ആമേനല്ലിയ പ്രിയപ്പെട്ടവരെ അങ്ങ് മടക്കി വരുത്തണമേ. ദൈവത്തിൻ്റെ സന്നിധിയിലല്ലാതെ സന്തോഷവും അനുഗ്രഹവും സമാധാനവും ഒരു മനുഷ്യനും ലഭിക്കുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ദൂരെ പോയാൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയാൽ, ദൈവത്തെ വിട്ടകന്നു പോയാൽ എന്തൊക്കെ നന്മ ലഭിക്കുമെന്ന് ആമേൻ പലരും പ്രേരിപ്പിച്ച് കാണും. അല്ലെങ്കിൽ ഹല്ലേലൂയ മറ്റുള്ള ദുഷ്ടചിന്തകൾ ഹൃദയത്തിൽ വന്നിട്ട് അങ്ങനെ സംഭവിച്ചതാകാം. എന്നാൽ വേഗത്തിൽ തന്നെ അവരെല്ലാവരും ആ ധൂർത്തനായ പുത്രൻ മടങ്ങി വന്നതുപോലെ സ്വന്തം ഭവനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉള്ള സന്തോഷം അനുഭവിക്കുവാൻ തക്കവണ്ണം മടങ്ങി വരുവാൻ ഇടയാക്കണമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മടങ്ങി വരുന്ന അങ്ങയുടെ മക്കളെ അവിടുന്ന് വീണ്ടും സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കണമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങ് ആമേ കൃപയും ആമേ ഹല്ലേലൂയ ദയയും മനസ്സരിയുമുള്ള ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് പ്രിയപ്പെട്ടവരെല്ലാം ചേർത്ത് കൊണ്ടതിനായിട്ട് സ്തോത്രം. അങ്ങ് അവരെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ആരുടെയും കുറവുകൾ കണക്കിടാതെ അങ്ങ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കാണ് നന്ദിയോട് സ്തോത്രം കർത്താവേ. ദൈവമേ, ലോകരാജ്യങ്ങളിൽ സമാധാനമില്ലാതെ ആമേ കർത്താവേ കോടിക്കണക്കിന് ആളുകളായിരിക്കുന്നു. ദൈവമേ, അവിടുന്ന് യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകി ആമേൻ അല്ലിയ പ്രിയപ്പെട്ട കർത്താവേ അവിടെ സഹായിക്കുന്ന കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ കർത്താവെ സമാധാനം പുനഃസ്ഥാപിക്കണമേ. യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യണമേ. കർത്താവെ സ്തോത്രം. പലവിധമായ ആവശ്യഭാരങ്ങളാൽ ഞരങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണമേ. തലമുറയില്ലാതെ ഭാരപ്പെടുന്നതോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് മക്കളെ നൽകി മാനിക്കണമേ. വിവാഹ ജീവിതത്തിലെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് വേഗത്തിൽ തക്കതായ തുണയൊരുക്കി അവിടെ മാനിക്കണമേ. കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. നല്ല ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് അത്ഭുതത്തിന് വഴികൾ തുറന്നു കൊടുക്കണമേ. ഇതാ ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളയുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവെ ആമേനാലിയ നന്മ ലഭിക്കുന്ന തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാവിധമായ അന്ധകാര ശക്തിയുടെ വ്യാപാരങ്ങളെയും തകർത്ത് കർത്താവ് ജയമെടുത്ത് ഹല്ലേലൂയ ആമേൻ നിൻ്റെ മക്കളെ മാനിക്കുന്നതിനാണ് സ്തോത്രം അർപ്പിച്ച. രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുതൽ നൽകണമേ. കർത്താവെ കടഭാരങ്ങൾ ഞെരുക്കങ്ങൾ കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുതൽ നൽകണമേ.
അങ്ങേക്കൊരു കാര്യവും അസാധ്യമല്ല കർത്താവേ. ദൈവമേ, സമാധാനവും സന്തോഷവും അനുഗ്രഹം അനുഭവിപ്പാൻ ആമേൻ ഓരോ പ്രിയപ്പെട്ട കർത്താവ് സഹായിക്കുന്ന പറ്റി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടനായ സ്തോത്രം, മഹത്വമെടുത്തനായ സ്തോത്രം. സർവവും കേൾക്കുന്ന അൻപുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേട്ട് ഉത്തരമരുളവരാകണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ഈ സന്ദേശം നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരോടൊപ്പമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വേഗത്തിൽ നിങ്ങൾക്ക് ദൈവം മറുപടി നൽകും. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഈ സന്ദേശം ശ്രവിച്ചതിന് നന്ദി. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.